ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളും ഞങ്ങളെ കുഞ്ഞു യാത്രാ വീഡിയോകളും കൂടിയാണ് കേട്ടോ. തിരക്കില്ലാത്തവർ സമയമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 9:30 മണിക്കാണ് വളയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നല്ല മഴ വരുന്നുണ്ടല്ലോ ചേട്ടാ, പെട്ടു പോകുമോ? നമ്മളെ ഷോർട്ടായിട്ടോ എൻ്റെ അമ്മോ. ഷോർട്ട് ചാലിക്കര. ബാലുശ്ശേരി, അവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ അല്ലേ? എവിടുന്നോ അല്ലേ നമ്മളന്ന് ചായ കുടിച്ചേന്ന്, വൈകുന്നേരം രാത്രി പോതെന്ന് അല്ലേ? ഇങ്ങോട്ട് എന്താ പറയാ, നിർമ്മല്ലൂരോ അങ്ങനെ എന്തോ അല്ലേ സ്ഥലം? നിർമ്മല്ലൂർ അല്ല, തൃക്കുറ്റിശ്ശേരി. ഹമ്പ് കാണാതെ തൃക്കുറ്റിശ്ശേരിയൊക്കെ ഇപ്പോ ഇവിടെ ഒരു പാലമുണ്ട്, തൃക്കുറ്റിശ്ശേരി പാലം. അവിടെ എവിടെ പാമ്പുണ്ടല്ലോ. അത് പുതിയ പാമ്പാലേ ചേട്ടാ, നമ്മള് കണ്ടിട്ടില്ലല്ലോ. അത് നല്ലൊരു കാര്യം. പമ്പ് ഈ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ. അത് നമ്മൾ കുറച്ച് നേരം നിന്ന സ്ഥലമാണിത്. നിർമ്മല്ലൂർ പാറമുക്കിലെ തൃക്കുറ്റിശ്ശേരി പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു പാലം ഉണ്ടല്ലോ, എന്താ പച്ചപ്പാലോ മഞ്ഞപ്പാലോ അല്ലേ? ആ രണ്ട് പാലം. മഞ്ഞ മാറ്റി ഇപ്പം നീലയാക്കിയോ? എന്നാ മഞ്ഞപ്പാലം പേര് മാറ്റി നമുക്ക് നീലപ്പാലാക്കാം. നിങ്ങൾ വിഷുവിന് പോകുന്നതല്ലേ വീട്ടിക്ക്? പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇത്ര പോയി. മെയ്യിൽ കുട്ടികളുടെ പരിപാടി കാണാൻ പോയി. പിന്നെ ജൂലൈയിൽ മറ്റേ നിലമ്പൂർ പോകാൻ വേണ്ടി പോയി. ആഗസ്റ്റിൽ കല്യാണത്തിന് പോയതുമില്ല. ഇതെവിടെയാ സ്ഥലം? അതാണ് മഞ്ഞപ്പാലം. അതന്നല്ലേ ഞാൻ പറഞ്ഞ, 2 പ്രാവശ്യം പോയി. മെയ് മാസത്തിൽ കുട്ടികളെ പരിപാടി കാണാൻ പോയി. ഇതാണ് മഞ്ഞപ്പാലം മാറ്റി നീലപ്പാലാക്കി. ചിഞ്ചുവിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളും പരിപാടിയൊക്കെ ഒരു ദിവസമല്ലേ, മെയ് 6, 7. ഇങ്ങനെ നമ്മൾ ബാലുശ്ശേരിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ബാലുശ്ശേരി മുക്കിലെത്തില്ലേ? ഇനി നേരെ ബാലുശ്ശേരിയാവും. ഇനിയിപ്പോൾ നമ്മളെ സാധാരണ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണമല്ലോ. താമരശ്ശേരി എത്തി ഗൈസ്. ആ റോഡാണ് താമരശ്ശേരി ചുരം. ഇത് ഞങ്ങൾ അരീക്കോട് റോഡ്. അട്ടവണ്ണ റോഡ്. നമ്മളെപ്പോഴാണ് പ്രസാദ വീട്ടിൽ നിന്ന് വന്നേ? 9:30 മണിക്കല്ലേ അല്ലേ? അപ്പോൾ ഇപ്പോൾ സമയത്തായി 10:30 പോകുന്നു. നമ്മളെവിടെ നിർത്തിയിട്ടില്ലല്ലോ. 11:15 താമരശ്ശേരി. 9 to 10, 10 to 11:15. വാവ്. നമ്മൾ കൂടത്തായി എത്തി ഗൈസ്, ജോളിയുടെ നാട്ടിൽ. കൂടത്തായിക്ക് അത്യാവശ്യം ദൂരമുണ്ടല്ലേ ബസാട്ടാ? നമുക്കോരോ ടീ കുടിക്കാം മാഷേ, എവിടെയെങ്കിലും ഒന്ന് നിർത്താം. ഇതാണ്
ഇതാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ചുരം, ചെറിയ ചുരം. കൂടത്തായി കണ്ണോട് കണ്ണായിരാ മെയ്യോട് മെയ്യായിരാ കാതോരം ഇവിടെ എത്തുമ്പോൾ ഒരു തണുപ്പല്ലേ പക്ഷേ നമ്മുടെ ചുരം പോലെ തന്നെ ഉണ്ട്. ഗോ സ്ലോ ഗോ സ്ലോ. ആ നല്ലൊരു കണി. അതിൻ്റെ അടുത്തൂടെ പോലെ നല്ല കണി. ഓണത്തിന് ആനേനെ കാണുന്ന നല്ലതാ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. താമരശ്ശേരിക്ക് എത്തുന്നുള്ളൂ. ഒരു ആന വരുന്നുണ്ട്, ഒരു പിടിയാന, മന്ദം. ചായയും ഒരു പപ്സും കഴിച്ചു പോന്നു. ഇവിടെ അങ്ങനെ തന്നെ ഒരു ചെറിയ ചുരം പോലെ. ചാറ്റൽ മഴ. ചാറ്റൽ മഴ. അയ്യോ, കരിമ്പ് ജ്യൂസ് ഇതാ അവിടെ. നിങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇങ്ങനെ നിൽക്കാതെ പോന്നിട്ടേ കാലും വേദനിക്കുക, ഹെൽമെറ്റ് വെച്ചിട്ട് തലയും വേദന. തലയല്ല, ചെവി. കുറച്ച് നേരം ഇവിടെ ഒന്ന് വേണ്ട. ചാറ്റൽ മഴ. ഞങ്ങളിങ്ങനെ ഇവിടെ നിർത്തിയതാണ്. ഇപ്രാവശ്യം നേരത്തെ എത്തിനെത്താനായി. മഴ കണ്ട് കോട്ടിട്ട് ഇപ്പൊ മഴയല്ല. ഇപ്പൊ നല്ല വെയില്, നല്ല മഴ ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ പോട്ടെ, മഴ ചിലപ്പോൾ അങ്ങോട്ടും ഉണ്ടാവും. മഴ ഞങ്ങളെ പറ്റിച്ചു. കോട്ടിട്ടപ്പം മഴയല്ല, നല്ല വെയില്. ഇപ്പം എവിടെ എത്തി? പത്തനാപുരം എത്തിയില്ലേ? എന്തിനാണ് ഇപ്പം നമ്മൾ കോട്ടിട്ടത്? മഴ പെയ്തപ്പോൾ അവിടെയൊക്കെ കയറി നിന്നാണ്ട് ഇപ്പോൾ കോട്ടിട്ട് നല്ല വെയിലെത്തി. കോട്ടിട്ടത് കൊണ്ട് മഴ കിട്ടി. മഴ പെയ്യുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് നല്ല വെയിൽ. ഇനി ഞങ്ങൾ കോട്ടൂരട്ടെ. ഞാൻ നനഞ്ഞിട്ടൊന്നുമില്ല, പഠന തന്നെ. എൻ്റെ നാട്ടിലെത്തി ഗൈസ്. നല്ല വെയിൽ മങ്ങി വരുന്നുണ്ട്. മഴ പെയ്യുമ്പോഴേക്കും അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ തിരുവോണ ദിവസത്തെ പൂക്കളം. പൂത്തറ മുറ്റത്തുണ്ട്, അതുമേലും പൂട്ടുണ്ട്, വടംമറത്തും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പിള്ളേർക്കൊക്കെ കൊടുന്ന മിഠായിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ചോറുണ്ടാനിരിക്കുകയാണ് കേട്ടോ. അച്ചാറ് പോലെ 2 വട്ടം വരണ്ട്, പച്ചടി, സാമ്പാർ, മസാലക്കറി, പപ്പടം കിട്ടിയിട്ടില്ല. പപ്പടം
അപ്പുറത്തിനാ അപ്പുറത്തിന് അങ്ങനെ അങ്ങനെ വീട്ടിലെത്തി രാവിലെ അവിടുന്ന് ഒരു 9:30 ആയപ്പോൾ പോകുന്നതാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മഴ കിട്ടിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറി നിന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. 1:15 ആയപ്പോൾ തോന്നുന്നു ഇവിടെ എത്തിയത്. 1:15 ഒന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും ഇവിടെ കുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു. കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഓരോരുത്തർ കളിക്കുന്നു. പിന്നെ നാത്തുമാർ രണ്ടാളും പോവും, വൈകുന്നേരം അവരൊക്കെ പോവും. അപ്പോൾ കുറച്ചും കൂടി കഷ്ട വരാനുണ്ട്. അവരൊക്കെ വന്നിട്ട് കുട്ടൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട്, അവരൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വൈകുന്നേരം 5 പോവും, അച്ചു പോവും, കിളികളും കുഞ്ഞിക്കിളികളും പൈങ്കിളികളും എല്ലാ കിളികളും പോവും. ഒക്കെ എല്ലാവരും നാളെ മറ്റന്നാളായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഞങ്ങൾ ചോറിനാലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ കിങ്ങിണിയും ശ്രീമോളും മോനൂസൊക്കെ എത്തിയിട്ടോ. അതായത് സിസ്റ്ററും പിള്ളേരും. പിന്നെ കുറച്ച് നേരം ഞാനും പ്രസാദമായിട്ടിട്ട് ഇതാ ഈ ചെല്ലക്കിളികളെയും കുഞ്ഞിക്കിളികളെയും കൂടെ ഈ റോഡിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കിളികളൊക്കെ പോവുകയാണ്, അച്ഛനും പിള്ളേരും പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വരുത്തിയിട്ടുണ്ട്, അവരിതാ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലച്ചുമോളും ബാലുക്കുട്ടനും അല്ലുക്കുട്ടനും അവരും പോയിട്ടോ. പിള്ളേരൊക്കെ പോയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർക്കും അവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണണ്ടേ അല്ലേ. അപ്പോൾ അവരെല്ലാവരും പോയി. ഇപ്പം ഞങ്ങളും പിന്നെ അനിയത്തിയും പിള്ളേരും ഉണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു, എല്ലാവരും പോയി. ഞങ്ങളെ കുഞ്ഞിക്കിളികൾ ആദ്യം പോയി. പിന്നെ കുഞ്ഞിക്കിളികളെ മുകളിലുള്ള വലിയ കിളികൾ കുറച്ച് നേരത്തെ പോയി. അങ്ങനെ എല്ലാവരും പോയി. നാത്തുമാർ രണ്ടാളും പോയിട്ടോ. ഇവിടെ എൻ്റെ സിസ്റ്ററും പിള്ളേരും ഉണ്ട്. അങ്ങനെ തിരുവോണം അങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇനി നാളെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക് യു.